നമസ്കാരം. ഫുട്ബോൾ പിറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളൊരു 3 അപ്ഡേറ്റ്സ് പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. മൂന്ന് കാര്യങ്ങളെ പറയാനായിട്ട് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഇൻ്റർവ്യൂ ഗ്ലോബൽ സോക്കർ അവാർഡ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കറിയാം, അദ്ദേഹമാണെങ്കിൽ ട്രോഫീസ് വാരിക്കോട്ടെ, അതിൻ്റെ ടോപ്പ് സ്കോററിൻ്റെയും പിന്നെ ബെസ്റ്റ് മിഡിൽ ഈസ്റ്റേൺ പ്ലെയറിനുള്ള അവാർഡും പിന്നെ മറഡോണ ട്രോഫി ടോപ്പ് സ്കോറർ ആയതിൻ്റെ കിട്ടുകയുണ്ടായി. കൂടാതെ എർലിംഗ് ഹാലൻഡാണ് ഡിസർവിങ് ആയ രീതിയിൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിനുള്ള അവാർഡ് കിട്ടിയത്. ഗോൾ കീപ്പറായിട്ട് എഡർസണും മറ്റുമൊക്കെ കിട്ടി. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഈവൻ്റ് തന്നെയായിരുന്നു. കാരണം കുറേ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്പീച്ച് ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. മേ ബി ഏറ്റവും വൈറലായത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പോയിൻറ്റ്സിലോട്ട് പറയാനായിട്ടാണെങ്കിൽ പറഞ്ഞത് എപ്പം മടുക്കുന്നോ അത്ര നാൾ കളിക്കുമെന്നാണ്. സോ മേ ബി അടുത്ത 10 വർഷത്തോടെ കളിച്ചെന്ന് വന്നേക്കാം എന്നൊക്കെ രീതി പറഞ്ഞു. ഇഫ് യു ആർ എ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ ആൻഡ് ഇഫ് യു ആർ ഈവൻ എ ഫുട്ബോൾ ഫാൻ, നടക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു 10 വർഷത്തോടെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ മോശമാണ്. ആൻഡ് അടുത്ത പുള്ളി പറഞ്ഞ ഒരു തിങ് എന്താണെന്ന് വെച്ചാൽ, പുള്ളി പറയുകയുണ്ടായി, സോ ഹംഗ്രി ലയൺസായ ഹാളണ്ടിനെ പോലെയുള്ള യങ്സ്റ്റേഴ്സിനെതിരെ മത്സരിച്ചുകൊണ്ട് താനാണെങ്കിൽ 53 ഗോൾസ് കൺട്രിയിൽ അടിച്ചുകൊണ്ട് ടോപ്പ് സ്കോററായി. വിച്ച് ഈസ് നോട്ട് ശരിയാണ്, ആളിപ്പം യൂറോപ്പിലെ ടോപ്പ് ലീഗിലല്ല കളിക്കുന്നത്. പക്ഷേ എന്നാലും കൺസിഡറിങ് ഹിസ് ഏജ് 38 വയസ്സുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. സോ അത് വെച്ച് നോക്കുമ്പം ഈ ഒരു പ്രായത്തിൽ 53 ഗോൾസ് സൗദി ലീഗിലാണെന്ന് പറഞ്ഞാലും അടിക്കുന്ന മോശം കാര്യമല്ല. സോ ഡിസർവിങ് ആയി തന്നെ ആൾക്ക് ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ. ആൻഡ് പുള്ളിയുടെ കമ്മിറ്റ്മെൻറ്റ് അത് നമ്മൾ ഹാറ്റ്സ് ഓഫ് ടു ക്രിസ്ത്യാനോ റൊണാൾഡോ. ആൻഡ് പിന്നീട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അതാണ് ഏറ്റവും കോൺട്രവേഴ്സി ഇപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ലീഗ് 1 തുല്യമാണ്, അഥവാ ലീഗ് 1 മുകളിലാണ് സൗദി പ്രോ ലീഗ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സോ അത് മേ ബി നമുക്കറിയാം, സൗദി പ്രോ ലീഗ് കളിക്കുന്ന ആളൊരു ക്യാരക്ടറാണ്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈസ് എൻറ്റൈറ്റിൽഡ് ടു സേ ഹിസ് ഒപ്പീനിയൻ. സോ അതാണ് ഇപ്പോൾ ഒരു ചെറിയ എല്ലാവരും ഒരു കോൺട്രവേഴ്സി എന്നല്ല, ഒരു ഇതായിട്ട് എടുത്തിരിക്കുന്നത്. സോ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലാണ് കളിക്കുന്നത്. സോ ലീഗിനെ ആൾക്ക് പറഞ്ഞേ പറ്റും. മേ ബി സൗദി പ്രോ ലീഗ് കമ്മിങ് ഇയേഴ്സിൽ ടോപ്പായെന്നും വരാം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അറ്റ് ദിസ് മൊമെൻറ്റ് ഇൻ മൈ ഒപ്പീനിയൻ ലീഗ് 1 ഈസ് സ്റ്റിൽ ബെറ്റർ. യൂറോപ്പിലെ ഒരു ടോപ്പ് ലീഗിൻ്റെ ടോപ്പ് 5 ലീഗോ അഥവാ ഒരു ടോപ്പ് 8 ലീഗിൻ്റെ ലെവലിലോട്ടൊന്നും സൗദി എത്തിയിട്ടില്ല. മൈറ്റ് കം ഇൻ ദ ഫ്യൂച്ചർ. പക്ഷേ അറ്റ് ദിസ് മൊമെൻറ്റ് നമുക്കറിയാം, ഫ്രഞ്ച് ലീഗ് നമ്മൾ എന്തൊക്കെ പറയാനും ശരിയാണ്, PSG ഡോമിനൻസ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് ഇഷ്ടം പോലെ ടോപ്പ് ടാലൻറ്റുകൾ യൂറോപ്പിലോട്ട് മറ്റ് പല ഇപ്പോൾ പ്രീമിയർ ലീഗിലോട്ട് എല്ലാ ലീഗിലോട്ടും എല്ലാം നീങ്ങുന്നുണ്ട്. കൂടാതെ എന്നാ പറയുക, അവിടുത്തെ ടീമുകളിൽ നല്ല ടാലൻസുകൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഫ്രാൻസ് നാഷണൽ ടീമിൻ്റെ കാര്യം അറിയാമല്ലോ, വേൾഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ്, വേൾഡിലെ റാങ്ക് നമ്പർ 2. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിലും ഫ്രഞ്ച് ലീഗിൽ നിന്ന് ഇഷ്ടം പോലെ ടാലൻറ്റുകൾ കയറി വരുന്നുണ്ട്. പിന്നെ ഫ്രഞ്ച് ലീഗ് നമുക്കറിയാം, ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നതാണ് അവിടുത്തെ ക്ലബ്ബുകൾ. നമുക്കറിയാം, ഫ്രഞ്ച് ലീഗിൻ്റെ ക്വാളിറ്റി കമ്പയർ ടു ല ലീഗ, പ്രീമിയർ ലീഗ്, സിറിയ, ബുണ്ടസ് ലീഗ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മേ ബി ദ 5th ബെസ്റ്റ് ലീഗ് എന്നാണ് പറയുന്നത് ആ ഒരു യൂറോപ്യൻ ടോപ്പ് ഡിവിഷനിൽ. ശരിയാണ്, ഇൻ ഫ്യൂച്ചർ സൗദി പ്രോ ലീഗ് മൈറ്റ് ഓവർകം ദാറ്റ്. ബട്ട് അറ്റ് ദിസ് മൊമെൻറ്റ് വലിയ ഡിഫറൻസ് ഉണ്ട്. കാരണം സൗദി പ്രോ ലീഗ് ശരിയാണ്, കോമ്പറ്റീഷൻ കൂടുതലാണ്, പുള്ളി പറഞ്ഞാൽ അത് ശരിയാണ്. ആ ടോപ്പ് 4 അൽ ഹിലാൽ, അൽ അഹ്ലി, അൽ ഇത്തിഹാദ്, അൽ നാസർ, ഇതിൽ ഏത് ക്ലബിന് വേണമെങ്കിലും അവിടെ ലീഗ് അടിക്കാം. അതേസമയത്ത് ഇവിടെ PSG 90% PSG അടിക്കാനാണ് എല്ലാ സീസണിലും ചാൻസ്. പക്ഷേ ആ ഒരു കോമ്പറ്റീവ്നെസ് മേ ബി ശരിക്കും കാണും, കൂടുതൽ ക്ലബ്ബുകൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി സ്റ്റിൽ ഫ്രഞ്ച് ലീഗ് ഈസ് മച്ച് സുപ്പീരിയർ. ഇൻ ഫ്യൂച്ചർ കാര്യം മാറിയെന്ന് വന്നേക്കാം, നമുക്ക് നോക്കാം എന്താവും കാര്യങ്ങൾ. ബട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒപ്പീനിയൻ വരും, പുള്ളി സൗദി പ്രോ ലീഗ് കളിക്കുമ്പോൾ പുള്ളിക്ക് അതിനെ കുറിച്ച് നല്ലത് പറഞ്ഞേ പറ്റും. പിന്നെ സൗദി പ്രോ ലീഗ് പുള്ളി വന്നതിനെ വെച്ച് നോക്കുമ്പോൾ 1 വർഷം കൊണ്ട് വന്ന മാറ്റം നമ്മൾ കണ്ടാണ്, മാസീവ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ സാലയുടെ ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. സോ സാലയ്ക്ക് അടുത്ത ഈജിപ്തിൻ്റെ 2 മാച്ചസ് മിസ്സാവുമെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. സോ ഓൾമോസ്റ്റ് ഒരു 3 ആഴ്ച വരെ പുറത്തിരുന്നേക്കാം എന്ന റൂമറുകൾ കേൾക്കുന്നു. സോ അതിന് മുമ്പ് എങ്ങനെയും കൊണ്ടുവരാൻ നോക്കും. ഗ്യാരണ്ടീഡ് ആയിട്ടും നെക്സ്റ്റ് 2 മാച്ചസ് ഈജിപ്തിന് നമുക്കറിയാം മിസ്സാവാനായിട്ടുള്ള ചാൻസ് അദ്ദേഹത്തിനുണ്ട്. സോ ലിവർപൂൾ ഫാൻസ് ഒരല്പം വറീഡാണ്, അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി അധികം സീരിയസ് ആവാതിരിക്കട്ടെ എന്നാണ് അവരാഗ്രഹിക്കുന്നത്. സോ 3 വീക്സ് ആൾക്ക് റെസ്റ്റ് വേണ്ടി വരും. ഈജിപ്ത് മൈറ്റ് പുഷ് നോക്കൗട്ട്സിലോട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ മൈറ്റ് പുഷ് എന്നൊക്കെ കേൾക്കുന്നു എത്രയും പെട്ടെന്ന് വരാനായിട്ട്. പക്ഷേ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഇഞ്ചറി അധികം സീരിയസ് അല്ല, ഒത്തിരി നാൾ വെളിയിരിക്കേണ്ടി വരത്തില്ല. ഐ തിങ്ക് ലിവർപൂൾ ഫാൻസിന് കൂടുതൽ ആഗ്രഹം ഈജിപ്ത് അധികം യൂസ് ചെയ്യാതെ മേ ബി ഈജിപ്ത് എങ്ങനെയും നോക്കൗട്ടായിട്ട് എത്രയും പെട്ടെന്ന് സാല തിരിച്ചു വരട്ടെ എന്നായിരിക്കും ലിവർപൂൾ ഫാൻസിൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്കറിയാം, ഈജിപ്ത് എന്ന് പറയുന്ന നാഷണൽ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ അവിടുത്തെ ഈജിപ്ഷ്യൻ ജനത എന്തുമാത്രമാണ് സാലേനെ ആശ്രയിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം. സോ ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ആഫ്രിക്ക എന്ന് തന്നെ പറയാം, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ, ഇഫ് നോട്ട്
പലരുടെയും ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് അറ്റ് ദിസ് മൊമെൻറ്റ് തന്നെ വേണേൽ പറയാം സാല ഫോർ മെനി. അങ്ങനെ 20 കളിയിൽ നിന്ന് 14 ഗോളും 8 അസിസ്റ്റും ഒക്കെ ആയിട്ട് ലീഗിൽ അന്യായ പെർഫോമൻസാണ് സാല ലിവർപൂളിന് വേണ്ടി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. സോ അതിനകത്ത് തന്നെ 22 ഗോൾ കോൺട്രിബ്യൂഷനാണ് ലീഗിൽ 20 മാച്ചസിൽ നിന്ന് ഉള്ളത്. ആ ടീമിൻ്റെ ലീഡറാണ്, അറ്റാക്കിംഗ് മോനെയാണ്, ലീഗിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് വേണേൽ പറയാം. സോ അങ്ങനത്തെ ഒരു പ്ലെയർ ഡെഫിനറ്റ്ലി ഔട്ടായി കൂടുതൽ നാൾ പുറത്തിരിക്കേണ്ട വന്നാൽ വല്ല ഈജിപ്ത് റഷ് ചെയ്തിട്ട് എങ്ങനെയും നോക്കൗട്ട്സിലോട്ട് ഈജിപ്ത് കിടന്നിട്ട് എങ്ങനെയും റഷ് ചെയ്തിട്ട് സാലനെ കൊണ്ടുപോകുന്നു. ഇഞ്ചറി വഷളായാൽ ഈ 3 വീക്സ് എന്നുള്ളത് 6 വീക്സ് ആയാലോ ഈവൻ 10 വീക്സ് ആയാലോ 12 വീക്സ് ആയാലോ അത് കളി സീരിയസ് ആണ്. സോ എനിക്ക് തോന്നുന്നു കൂടുതൽ ലിവർപൂൾ ഫാൻസിന് താല്പര്യം, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ നെയ്ബറാണ്, അവൻ കട്ട ലിവർപൂൾ ഫാനാണ്. അവൻ പറയുന്നത് എങ്ങനെയും ഈജിപ്ത് നോക്കൗട്ടായിട്ട് സാല എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നാൽ മതി എന്നാണ് അവൻ്റെയൊക്കെ ആഗ്രഹം. കാരണം 3 വീക്സ് എങ്കിൽ 3 വീക്സ് പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുത്തിട്ട് ആളെ ഇറക്കാലോ എന്നാണ്. സോ എന്തായാലും ലിവർപൂൾ ഫാൻസിന് താല്പര്യം സാല റെസ്റ്റ് എടുക്കുക, പ്രോപ്പർ റെസ്റ്റ് എടുക്കുക, 3 ആഴ്ചയോളം കളിക്കാതിരിക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈജിപ്ത് നോക്കൗട്ടായിട്ട് തിരിച്ച് ലിവർപൂളിലോട്ട് സാല വരാനായിട്ടായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും കാര്യം സീരിയസ് ആവാതിരിക്കട്ടെ, സാല എത്രയും പെട്ടെന്ന് ഫിറ്റായിട്ട് വരട്ടെ. കാരണം ലിവർപൂളിനും ഈജിപ്തിനും സാലേനും ഒരേപോലെ ആവശ്യമുണ്ട്. സോ അവിടുന്ന് നേരെ നമ്മൾ പറയാനായിട്ട് പോകുന്ന ഒരു ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയാനായിട്ടുള്ളത് ആർസണലിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ബെഞ്ചമിൻ സെസ്കോ RB ലൈപ്സിഗിൻ്റെ സ്ലോവേനിയൻ സെൻട്രൽ ഫോർവേഡ്, 20 വയസ്സുകാരൻ, 6'3". സോ ആൾക്ക് 50 മില്യൺ യൂറോസിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ടെന്ന് പ്ലറ്റംബർഗ് റിപ്പോർട്ട് ചെയ്തു. സോ അത് കേട്ട ഉടനെ തന്നെ അതിൻ്റെ ആ ഒരു ന്യൂസുകൾ വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഈ ന്യൂസുകൾ വരാനായിട്ടുള്ള കാരണം ആർസണൽ താരമായിട്ട് ലിങ്ക്സ് നടത്തുന്നു, അഥവാ ടോക്സ് നടത്തി എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ സ്കൈ ജർമ്മനി അതുപോലെ തന്നെ UK രണ്ടിൽ നിന്ന് ന്യൂസുകൾ, അഥവാ അവിടുത്തെ 2 മീഡിയാസിൽ നിന്നും യൂട്യൂബിലും കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സെസ്കോയിൽ ആർസണലിന് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ സ്കൈ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അവരുടെ ജർമ്മൻ കറസ്പോണ്ടൻറ്റും UK കറസ്പോണ്ടൻസും എല്ലാം അത് കൺഫേം ചെയ്യുന്നുണ്ട്. സോ 50 മില്യൺ റിലീസ് ക്ലോസ്, 20 വയസ്സുകാരൻ, വൈ നോട്ട്, 20 വയസ്സ് സ്ലോവേനിയൻ. സോ ഈ സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 14 മാച്ചസിൽ നിന്ന് 14 മാച്ചസിൽ നിന്ന് 3 ഗോൾസ് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ലീഗിൽ. പക്ഷേ ആൾ ഗ്യാരണ്ടീഡ് എല്ലാ മാച്ചസും ഗ്യാരണ്ടീഡ് സ്റ്റാർട്ട് റോളിൽ കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. ആളെ മാച്ചസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, പക്ഷേ ചില മാച്ചസിൽ ഓഫ് ദ ബെഞ്ചും യൂസ് ചെയ്യാറുണ്ട്. ഒപ്പൻ്റെ ആണ് അവിടുത്തെ ഗ്യാരണ്ടീഡ് സ്ട്രൈക്കർ എന്ന് പറയാൻ ആ ടീമിൽ ഇപ്പോൾ ഒപ്പൻ്റെ മാത്രമേ ഉള്ളൂ. ബാക്കി സ്ട്രൈക്കേഴ്സിന് ഇപ്പം വേർണർ ഉണ്ടായിരുന്നു, വേർണർ ഇപ്പം ചിലപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ സെസ്കോനായിരിക്കും യൂസ് ചെയ്യുക. അത് റൊട്ടേറ്റ് ചെയ്യാറായിട്ടുണ്ട്. സോ പക്ഷെ നല്ല ടോപ്പ് ടാലൻ്റാണ്, വളരെ വലിയൊരു ടോപ്പ് ടാലൻ്റാണ്. പല വമ്പൻ ക്ലബ്ബുകളും ഇൻട്രസ്റ്റ് കാണിച്ചിരുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ ആർസണലാണ് സീരിയസ് ഇൻട്രസ്റ്റഡ് എന്ന് കേൾക്കുന്നു. നേരത്തെ ചെൽസിയായിട്ടും യുണൈറ്റഡുമായിട്ടും ലിങ്ക്സ് വന്ന പ്ലെയറാണ്. നമുക്ക് നോക്കാം. ഈ ഒരു 50 മില്യൺ റിലീസ് ക്ലോസ് ഉള്ളത് സമ്മറിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് തന്നെ ആർസണൽ എങ്ങനെയും ഒരു ഡീലിലോട്ട് എത്തിപ്പറ്റി ഇപ്പോഴേ ഒന്ന് കൺഫേം ചെയ്ത് വെക്കാനായിട്ട്. കാരണം സമ്മറിലാകുമ്പം വേറെ പല ക്ലബ്ബുകളും 50 മില്യന് ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു സ്ട്രൈക്കർ ഇന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റീലാണ്. സോ 50 മില്യൺ യൂറോസ് ഫോർ എ സ്ട്രൈക്കർ ലൈക്ക് സെസ്കോയുടെ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ ഒരു സ്റ്റീൽ എന്ന് തന്നെ പറയാം. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എന്താവുന്നു. എങ്ങനെയും ആ ഒരു ഡീൽ ഫൈനലൈസ് ചെയ്യാനായിട്ട് ആർസണൽ എങ്ങനെയും ഒരു ഡീലിൽ സെസ്കോയുടെ ഒരു പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തിട്ട് സമ്മറിൽ ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആർസണൽ ശ്രമിക്കുമെന്നാണ് സ്കൈ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ചെൽസിയും യുണൈറ്റഡും ഈ ഒരു സിറ്റുവേഷനിൽ അവെയർ ആണെന്നും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിർക്സ്കി 40 മില്യൺ റിലീസ് ക്ലോസ് ഉണ്ട് ബൊളോഗ്നയുടെ സ്ട്രൈക്കറായ സിർക്സ്കി. സോ സിർക്സ്കിയിലും ആർസണൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെസ്കോയിലും ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. സോ സിർക്സ്കി ആൻഡ് സെസ്കോ ഈ 2 പ്രൊഫൈൽസ് ഒന്ന് നോക്കി വെക്കുന്നതാണ്. മേ ബി നെക്സ്റ്റ് സമ്മറിൽ പല വമ്പൻ ക്ലബ്ബുകളും സീരിയസ്ലി ഇൻട്രസ്റ്റ് കാണിക്കാനായിട്ട് സാധ്യതയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള, നമ്മൾ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ റിയലി അഫോർഡബിൾ ആയിട്ടുള്ള 2 സ്ട്രൈക്കേഴ്സാണ്. സോ സിർക്സ്കിക്ക് 40 മില്യൺ ആണ് റിലീസ് ക്ലോസ് ബൊളോഗ്ന വെച്ചേക്കുന്നതാണ് റൂമറുകൾ. അത് കൺഫേം ആയിട്ടില്ല. പക്ഷേ ഈ സെസ്കോയുടെ കാര്യം 50 മില്യൺ യൂറോസ്, അതായത് 43 മില്യൺ പൗണ്ട്സിൻ്റെ റിലീസ് ക്ലോസ് ഉണ്ടെന്നുള്ളത് ഓൾമോസ്റ്റ് ഷുവറാണ്. അത് ആർസണൽ ഇപ്പോൾ എക്സ്പ്ലോറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കമ്മിങ് വീക്സിൽ വേറെ ക്ലബ്ബുകൾ എൻ്റർ ആയെന്ന് വരാം. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.